ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നതും. അയ്യോ ഞാനോ മനസ്സാ വാചാ കർമ്മണാ ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു. ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. എന്താ ഇത് മാറ്റിവെക്കുക. വേറൊരു ബലാത്സംഗ കേസ് നമ്മുടെ നാട്ടിലുണ്ടായി. അതിലൊരു VIP ആയിരുന്നു, സിനിമയുമായിട്ട് ബന്ധപ്പെട്ട ആളായിരുന്നു വേടൻ. വേടൻ ഒരു ഡോക്ടറെ ബലാത്സംഗം ചെയ്തു എന്നാണ് കേസ്. വേടൻ മുൻകൂർ ജാമ്യത്തിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ആ വേടനോട് ഈ മാന്യന്മാരും മാന്യത്തികളൊക്കെ ചെയ്തത് എന്താ? വേടനെ വിളിച്ചിട്ട് സംസ്ഥാന അവാർഡ് കൊടുത്തു പാട്ടെഴുതിയതിന്. നോ ഡിസ്ക്വാളിഫിക്കേഷൻ. ആർക്കും ഒരു പ്രയാസം ഉണ്ടായില്ല. എന്ത് ചെയ്യാനാടാ, ഞാൻ ഇങ്ങനൊരു ദുരന്തനായി പോയി. എല്ലാവരും തിരുവനന്തപുരത്ത് ആഘോഷിക്കുകയായിരുന്നു, നോയിങ് ഫുൾ വെൽ ദാറ്റ് ഹി ഈസ് ഇൻ ആന്റിസിപ്പേറ്ററി ബെയിൽ. ഉളുപ്പുണ്ടടാ ചക്കണക്ക്. മുൻകൂർ ജാമ്യത്തിൽ നിൽക്കുന്ന ഒരു അധമനെയാണ് ആഘോഷിക്കുന്നതെന്ന് നന്നായിട്ട് അറിഞ്ഞുകൊണ്ടാണ് ഇവരെല്ലാം കൂടെ വേടനെ പൊക്കിക്കൊണ്ട് നടന്നത്, ഇപ്പോഴും പൊക്കിക്കൊണ്ട് നടക്കുന്നത്, ഇല്ലേ? നിനക്ക് അമ്മ പെങ്ങന്മാരൊന്നുമില്ലടാ? അത് ഞാൻ ചോദിച്ചു. അതൊരു അതിജീവിതയല്ലേ? ആർക്കും ഒരു ദണ്ണം ഉണ്ടായില്ലല്ലോ. അവരൊരു സാധു ഡോക്ടറാണ്. അവരുടെ ഐഡന്റിറ്റി ആർക്കും അറിയില്ല, അവർ വെളിപ്പെടുത്തുകയില്ല, വെളിപ്പെടുത്താനും പാടില്ല. ബട്ട് അങ്ങനെ പ്രശസ്ത അല്ല എന്നുള്ളത് കൊണ്ട് ആ സ്ത്രീയുടെ മാനത്തിന് വിലയില്ലേ? ഞാൻ പുകഴ്ത്തി പറയാന്ന് തെറ്റിദ്ധരിക്കരുത്, ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയും. അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞ് വിതുമ്പുന്ന ഭാഗ്യലക്ഷ്മി, ഞാൻ ഭാഗ്യലക്ഷ്മിയുടെ ആത്മാർത്ഥത ചോദ്യം ചെയ്യില്ല, പാവമാണ്. ബട്ട് ഇതേ ഭാഗ്യലക്ഷ്മി വേടനൊപ്പം ഒരു സ്റ്റേജിലുണ്ടായിരുന്നു. ആ വേടൻ്റെ കയ്യിൽപ്പെട്ട് മുറിവേറ്റ് ജീവിതം തൊലഞ്ഞ ഒരു അതിജീവിത ഉണ്ടായിരുന്നു. ഭാഗ്യലക്ഷ്മി അത് കണ്ടില്ല. നമ്മൾ ഈ നാണം കേട്ടല്ലോ. ഞാൻ കുറ്റം പറയില്ല, ബിക്കോസ് ഭാഗ്യലക്ഷ്മി ഇമോഷണലി ഈ അതിജീവിതമായിട്ട് അറ്റാച്ച്ഡ് ആണ്. മറ്റേ അതിജീവിതയുടെ കാര്യമേ ഭാഗ്യലക്ഷ്മിയുടെ മനസ്സിൽ തലയിൽ കയറില്ല. ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് വെള്ളപൂശാൻ പറ്റും, അതേ രീതിയിൽ നടന്ന ഹീനമായ ഒരു കുറ്റത്തെ നിങ്ങൾക്ക് മഹാപാപമായിട്ട് ചിത്രീകരിക്കാനും പറ്റും. ഒന്നും അറിഞ്ഞോണ്ടല്ലോ, മനഃപൂർവ്വമല്ലേ? ഇത് രണ്ടും ഒരേ ആളെ കൊണ്ട്, ഒരേ ഭാഗ്യലക്ഷ്മിയാണ് ഇവിടെ അതിജീവിതയുടെ കൂടെ ഇരുന്ന് കരയുന്നതും അവിടെ പീഡകന്റെ കൂടെ ആഘോഷിക്കുന്നതും, ഇല്ലേ? ഡബിള് അവിടെയും കണ്ടു ഇവിടെയും കണ്ടു. തീർച്ചയായിട്ടും കണക്ക് തീർക്കൽ ഇതിനകത്തുണ്ടായിട്ടുണ്ട്. മാഫിയ സിനിമയിലുണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട് മാഫിയ. വി ആർ അണ്ടർ മാഫിയ. പറഞ്ഞ് സമാധാനിപ്പിക്കണമെന്ന് എനിക്കറിയില്ല. വിഷമിക്കരുത്. മോൻ ചെയ്തതിനുള്ളതൊക്കെ മോന് ദൈവം